പ്രവൃത്തി ചെയ്യണമെങ്കിൽ രാഹുകാലം നോക്കേണ്ട ഗതികേടാ. നോക്ക് പ്രിയട്ടെ, രാഹുകാലത്തിൽ നിന്ന് പോലും പൂർവ്വപിതാക്കന്മാരുടെ കാലം മുതൽ ചെയ്തു വന്ന ഈ അനുഷ്ഠാനങ്ങളിൽ നമ്മളെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ദുരാത്മമണ്ഡലങ്ങളെ തകർത്ത് കളയുകയും അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആത്മീയമായിരിക്കുന്ന അധികാരവും ചൈതന്യവും നൽകി തരുകയും ചെയ്യും ദൈവത്തിന് കഴിഞ്ഞു. എന്നാൽ ആ യേശുക്രിസ്തു മരിച്ചത് വഴി ഇനി പൗരോഹിത്യമില്ല, യാഗമില്ല. വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിലേക്കുള്ള വഴി തുറന്നിരിക്കുന്നു. ഞാൻ തന്നെയാണ് വഴി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സ്വർഗത്തിലേക്കുള്ള ഏക വഴി ഞാനാണെന്നാണ് പറഞ്ഞത്. ആ യേശുക്രിസ്തു മരിക്കുമ്പോൾ സാത്താന്റെ തലയെ തകർത്ത് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുക്രിസ്തു തിരികെ വാങ്ങി. അവൻ അടക്കപ്പെട്ടു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് മൂന്നാം ദിവസം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ഈ യേശുക്രിസ്തു പ്രിയപ്പെട്ടവരെ നമുക്ക് വാക്ക് തന്നതിനൊത്തവണ്ണം ഭൂമിയിലേക്ക് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. യേശുക്രിസ്തു മടങ്ങി വരും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും യേശുക്രിസ്തു മടങ്ങി വരും. അവൻ ഇന്നാണ് മടങ്ങി വരുന്നെങ്കിൽ ഇതാ ഈ വള്ളക്കടവിൽ നിൽക്കുമ്പോൾ തന്നെ അവന്റെ ആ മടങ്ങി വരവ് നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയും.